ഈ ആത്മ മനസ്സിനേക്കാൾ സമീപസ്ഥമാണ്, ബുദ്ധിയേക്കാൾ സമീപസ്ഥമാണ്, അഹങ്കാരത്തേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ്. അതുമാത്രമേ മായാതെയും മറയാതെയും മങ്ങാതെയും ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെയോ മാഞ്ഞ് മറഞ്ഞ് മങ്ങി അങ്ങനെ പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതല്ലേ നമ്മുടെ ശ്രദ്ധയിൽ കൂടുതൽ പെടേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ ഗഹനമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് മറുപടി പറയണം. ഈ ആത്മമേഖലയുണ്ടല്ലോ, ആ ആത്മമേഖലയിൽ നൈതൻ മനോവിശതി, അവിടെ മനസ്സ് പ്രവേശിക്കാൻ സാധ്യമല്ല. അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മനസ്സ്. നമ്മൾ കാലുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ നടത്തം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. കാല് എന്ന് പറയുന്നതോ ആ പ്രവൃത്തി ചെയ്യുന്ന ഉപാദാനം. അപ്പം നടക്കുന്നത് കൊണ്ട് കാല് കിട്ടുമോ, അതോ കാലുള്ളത് കൊണ്ട് നടക്കുന്നുവോ? അപ്പം നടന്നിരിക്കുന്ന ഒരാൾ കാലിനെ മറക്കുന്നത് പോലെയാണ്. ഇവിടെ എന്താ മറക്കാത്തത്? നടക്കാതെ ഇരിക്കുന്ന കാലും നാം കാണുന്നുണ്ട്, നടക്കുന്ന കാലും കാണുന്നുണ്ട്. ഈ കാല് തന്നെയാണ് നടക്കുന്നത്, നിൽക്കുന്നത്, ഇരിക്കുന്നത്, ചാടുന്നത്, ചമ്രം പടിഞ്ഞിരിക്കുന്നത്, എല്ലാം ഈ കാല് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രക്രിയകൾ, പ്രവൃത്തികളും അതൊക്കെ ചെയ്യുന്ന കാലും നമുക്ക് വ്യത്യാസപ്പെട്ട് അറിയാൻ സാധിക്കും. ഉള്ളിലായതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റണില്ല. കാല് നടക്കുന്നത് പോലെ ഈ ആത്മാവിൻ്റെ ഒരു പ്രക്രിയയാണ്, ഒരു പ്രകടനമാണ് ഈ മനനം എന്ന് പറയുന്നത്. പക്ഷേ മനനത്തിന് ഈ ആത്മാവിലെത്താൻ പറ്റില്ല, വാക്കുകൊണ്ടും അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല. മനനം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു പ്രകടനമാണ്. എന്നുവെച്ചാൽ ശരീരത്തിന് പുറത്തെന്നല്ല പറയണത്. സമുദ്രം എന്ന് പറയുന്നത് ശാന്തമായി അനങ്ങാതെ ആഴത്തിൽ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു ജലാശയമാണ്. അതിൻ്റെ ഉപരിതലത്തിൽ മാത്രം കാറ്റടിച്ച് ഇങ്ങനെ വെള്ളം പൊന്തി താന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ പൊന്തിയത് താഴുമ്പോൾ അടുത്ത വെള്ളത്തിനെയാണ് അത് പൊക്കണത്. ആദ്യത്തെ അലയല്ല അവസാനം കരയ്ക്ക് വരുന്ന സമയത്ത് ഒന്നിങ്ങനെ പൊന്തി അടുത്തതിനെ തള്ളി, അത് പൊന്തി അടുത്തതിനെ തള്ളി, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ അല എന്ന് പറയുന്നത് സഞ്ചരിക്കുകയാണ്, ജലത്തിൻ്റെ ഒരു സഞ്ചാരമാണ്. ആ സഞ്ചാരം എന്ന് പറയുന്ന അലയ്ക്ക് സമുദ്രത്തിലേക്ക് എത്താൻ പറ്റുമോ? അല എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഒരു പ്രകടനമാണ്. അതിനും സമുദ്രത്തിനും കൂടി ഒരു ബന്ധവുമില്ല. സമുദ്രം നിശ്ചലമായി ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ്. അല അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രകടനമാണ്. ആ അലയുടെ കൂടെ പോയി സമുദ്രത്തിലെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. നേരെ മറിച്ചോ അല ഉപശമിക്കുമ്പോഴോ സമുദ്രമായി. അപ്പോൾ അലയില്ലാതെ ആവുന്നതാണ് സമുദ്രത്തിനെ കാണാനും ഗ്രഹിക്കാനും പറ്റിയ വഴി. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മുടെ മനസ്സ് മനനം ചെയ്ത് ഇതിൻ്റെ അവിടേക്ക് എത്താൻ പറ്റില്ല. വാക്ക് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ശബ്ദം പ്രസരിക്കുമ്പോഴാണ് വാക്കാവുന്നത്. ഈ ആത്മതത്വം എന്ന് പറയുന്നതോ ഉള്ളിലുള്ളതാണ്. ഉള്ളിലുള്ള ആത്മതത്വം ശബ്ദനാളങ്ങളിലേക്ക് ബുദ്ധിയിൽ നിന്നുള്ള ചില തരംഗങ്ങളെ പറഞ്ഞയച്ച് ആ തരംഗങ്ങൾ ശബ്ദനാളത്തിലൂടെ പ്രസരിച്ച് പുറത്തു വരുമ്പോഴാണ് ശബ്ദമായി രൂപാന്തരപ്പെട്ടു വരുന്നത്. ആ ശബ്ദം അപ്പോൾ പുറത്തേക്കുള്ള ഒരു എക്സ്പ്രഷനാണ്, പ്രകടനമാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള പൊരുളിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അതാണ് നമ്മുടെ ഉപനിഷത്തുകളിൽ പറയുന്നത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യതോ വാചോ നിവർത്തന്തേ, എവിടുന്നാണ് വാക്കുകളും മനസ്സുമെല്ലാം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടങ്ങുന്നത്, അതാണ് പരമാത്മാവ്. വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപനിഷത് വാക്യമാണത്.